ഇസ്രയേൽ ഹമാസ് പ്രശ്നം ആരംഭിച്ചിട്ട് തന്നെ ഏകദേശം 4 മാസം ആകാറായി. അതിന്റെ ഇമ്പാക്ട് എന്നത് 2 വർഷത്തോളമായി നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഇമ്പാക്റ്റിനേക്കാൾ പല മടങ്ങ് അധികമായിരിക്കുകയാണ്. 27,000-ൽ പരം ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു. അവിടെയുള്ള ആളുകൾക്ക് ശ്വസിക്കാൻ ശുദ്ധവായുവില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ആഹാരമില്ല. ജനങ്ങളും കുട്ടികളും ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ അതുമില്ല. നിരവധി ഹോസ്പിറ്റലുകളൊക്കെയും ഇതിനോടകം തകർത്തു എന്ന വാർത്തയൊക്കെയും നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഈ ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിന് ഒരു എൻ കാർഡ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തൽക്കാലം അതിന് യാതൊരു സാധ്യതയും കാണുന്നില്ല. 2024 മുഴുവനായും ഇസ്രയേൽ ഹമാസ് പ്രശ്നം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. അതിന്റെ ബാക്കി അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹമാസ് ഈജിപ്ത് വിസിറ്റ് ചെയ്യാൻ പോകുന്നു. ഹമാസ് ഈജിപ്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു സീസ് ഫയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമാധാന ചർച്ചയാണോ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളോടെ നിരവധി പേർ കാത്തിരിക്കുകയാണ്. ഹമാസ് ഈജിപ്തിലേക്ക് പോയിരിക്കുന്നു, ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായും അതിൽ റാഫ ക്രോസിംഗ് ഉണ്ടാകും. കാരണം ഈ റാഫ ക്രോസിംഗ് വഴിയാണ് ഗാസ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ട്രീറ്റ്മെന്റിനായി ഗാസയിൽ നിന്നും ഈജിപ്തിലേക്ക് പോകാനുള്ള അനുവാദം ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത്. ഇനി അഥവാ എന്തെങ്കിലും എയ്ഡ് സഹായങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിലും ഗാസ ഭാഗത്തും ഈജിപ്തിനും നടുവിലുള്ള ഈ റാഫ ക്രോസിംഗ് അല്ലെങ്കിൽ ഗാസയ്ക്കും ഇസ്രയേലിനുള്ള ഒരു ക്രോസിംഗ് ഉണ്ട്. ഈ 2 ക്രോസിംഗ് വഴിയാണ് നടക്കുന്നത്. സോ ഹമാസ് ഈജിപ്തുമായി ചർച്ചയിൽ ഏർപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പ്രതീക്ഷകൾ അധികമായിട്ടാണുള്ളത്. ഇനി അഥവാ എന്തെങ്കിലും നല്ലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഇസ്രയേലുമായി വലിയ പ്രശ്നമൊന്നും ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്കും ലോക സമാധാനത്തിനും വളരെ നല്ലതാണ്. ഇസ്രയേൽ ഒരു 30 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ശവകുടീരങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതിൽ 30ഓളം ശവശരീരങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നു. സോ ഇത് ചെയ്തത് ഇസ്രയേലാണ്. ഇസ്രയേൽ വംശഹത്യ ചെയ്തിരിക്കുന്നു എന്ന ഒരു അറിയിപ്പ് ഗാസ ഹെൽത്ത് മിനിസ്ട്രി പുറത്തുവിട്ടു. സോ ഗാസ ഹെൽത്ത് മിനിസ്ട്രി പുറത്തുവിട്ട ഈ ഒരു അറിയിപ്പ് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഇസ്രയേൽ സമ്മതിക്കുമോ, അതോ ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പോകുന്നോ എന്നറിയില്ല. എന്ത് തന്നെയായാലും ഇതും ഒരു തെളിവായി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ മാറ്റുമെന്ന വിവരം ഗാസ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഇസ്രയേലിനെതിരെ വംശഹത്യ ചെയ്തു എന്ന പേരിൽ ഒരു കേസ് ഫയൽ ചെയ്തതാണ്. ആ ഒരു കേസിൽ നിരവധി കാര്യങ്ങൾ ഇസ്രയേലിനെതിരെ വന്നാലും, ഇസ്രയേൽ ചെയ്ത കാര്യങ്ങളുടെ തെളിവുകളെല്ലാം ഇസ്രയേലിനെതിരായി വന്നു കഴിഞ്ഞാലും അതെല്ലാം നശിപ്പിക്കാൻ ഇസ്രയേൽ കുറച്ചധികം ബുദ്ധിമുട്ടുന്നുണ്ട്. സോ UNRWA ഫണ്ട് എല്ലാവരും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. നിരവധി രാജ്യങ്ങൾ ഇതിലേക്കുള്ള ഫണ്ടുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തത് കൊണ്ട് തന്നെ ഗാസ ഭാഗത്തെ ജനങ്ങൾക്ക്, പാലസ്തീൻ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന പല ചോദ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നിരവധി ഡോണേഴ്സ്, നിരവധി ആളുകൾ ഉണ്ടാകും, നിരവധി സംഘടനയുണ്ടാകും, നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടാകും, നിരവധി രാജ്യങ്ങൾ ഉണ്ടാകും. സോ ഇവർക്കൊക്കെ പറ്റുന്ന രീതിയിൽ സഹായം ചെയ്യുക. കാരണം UNRWAയിൽ ഫണ്ട് ഷോർട്ടേജ് ഉണ്ട്. നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ നിങ്ങളുടെ ഡൊണേഷൻസ് വേണമെന്ന് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നു. സോ അല്ലമൽ എന്ന ഹോസ്പിറ്റൽ ടോട്ടലായി സീൽ ചെയ്തിരിക്കുകയാണ്. കാരണം എവിടെ നോക്കിയാലും ഷൂട്ടിംഗ്. ആര് വരുന്നു, എപ്പോൾ വരുന്നു, എവിടെ വരുന്നു, ആരെ കൊലപ്പെടുത്തുന്നു, ഇതൊന്നും അറിയാൻ പറ്റുന്നില്ല. അല്ലമൽ എന്ന ഹോസ്പിറ്റൽ മുഴുവനായും വേട്ടയാടപ്പെട്ടിരിക്കുകയാണ് എന്ന വിവരം പുറത്തു വന്നു. നിരവധി സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. എയ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറയും. ഈ എയ്ഡ് ഓർഗനൈസേഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രയേൽ ചെയ്യുന്നത് ഒരു വാർ ക്രൈം മാത്രമല്ല, മനസാക്ഷിയില്ലാത്ത പ്രവൃത്തിയാണ്. കാരണം വാർ സോൺ നമുക്കറിയാം, യുദ്ധം നടന്നുകൊണ്ടിരിക്കും. ഈ വാർ സോണിൽ സേഫ് സോണും ഉണ്ടാകും. സേഫ് സോൺ എന്ന് പറയുമ്പോൾ അവിടേക്ക് ജനങ്ങൾക്ക് പോകാം. യുദ്ധം നടക്കുന്ന ഈ വാർ സോണിൽ തന്നെ സേഫ് സോൺ ഉണ്ടാകും. സേഫ് സോണിലേക്ക് ജനങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഫുഡ് കിട്ടും, വെള്ളം കിട്ടും, സ്വന്തം ജീവൻ രക്ഷിക്കാം, ബന്ധുക്കളെ രക്ഷിക്കാം. ഇങ്ങനെയുള്ള സേഫ് സോൺ ആരാണ് അറിയിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ഒരു ഒഫൻസീവ് ഓപ്പറേഷൻ നടത്തുന്നവരാണ് ഈ സേഫ് സോൺ ഇതാണ്, ഇങ്ങോട്ടേക്ക് പോകൂ എന്ന് ജനങ്ങൾക്ക് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ജനങ്ങൾ അങ്ങോട്ടേക്ക് പോകും. ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രയേൽ ഇതാണ് സേഫ് സോൺ എന്ന് പറഞ്ഞ് അറിയിച്ച ആ ഒരു സ്ഥലത്ത് ഇസ്രയേൽ തന്നെ ഇപ്പോൾ എയർ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. സേഫ് സോൺ ആണെന്ന് അറിയിച്ച ആ സ്ഥലത്ത് എയർ സ്ട്രൈക്ക് നടത്തുന്നത് ശരിയാണോ? എത്ര പേർ കൊല്ലപ്പെട്ടു എന്നത് അറിയാമോ? നിങ്ങൾ ചെയ്യുന്നത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ആണെന്നുള്ള രീതിയിൽ ഈ എയ്ഡ് ഓർഗനൈസേഷൻസ് അവരുടെ അഭിപ്രായങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. ഗാസ ഭാഗത്ത് ഏകദേശം 27,000 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 66,000 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരവും ഗാസ ഭാഗത്തെ ജനങ്ങൾ, ഏകദേശം 22 ലക്ഷം ജനങ്ങളുണ്ട്. അതിൽ 80% ആളുകളും സ്വന്തം വാസസ്ഥലം വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നു.
കഴിഞ്ഞ 24 മണിക്കൂറിൽ ഏകദേശം 150 പാലസ്തീനിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് തീവ്രമായി പരിക്കേറ്റിട്ടുമുണ്ട്. ഇവിടെ നിരവധി എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം തന്നെ അതിന്റെ കൗണ്ട്, എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന കൗണ്ട് ഗാസ ഹെൽത്ത് മിനിസ്ട്രിക്ക് പോലും അറിയില്ല എന്നതും ശ്രദ്ധേയമാണ്. അടുത്തത് ഗാസ, അവിടെയുള്ള ഹമാസിന്റെ ടണൽ സ്ട്രക്ചർ. ഏകദേശം 500 കിലോമീറ്ററോളം ഹമാസിന്റെ ടണലുണ്ട്. ഇതിൽ 20-30% മാത്രമേ നശിപ്പിച്ചിട്ടുള്ളൂ എന്ന് ഇസ്രയേൽ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടണലുകളിലേക്ക് കടൽവെള്ളം, ഉപ്പുവെള്ളം ഒഴുക്കി വിടുന്നുണ്ട് എന്നത് ഇസ്രയേലിന്റെ ഡിഫൻസ് ഫോഴ്സ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഇത് നേരത്തെ തുടങ്ങിവെച്ച പദ്ധതിയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഒരു 1.5 മാസം മുൻപ് തന്നെ അവരുടെ ലക്ഷ്യം ടണൽ ഫ്ലഡിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഇപ്പോൾ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടണലുകളിലേക്ക് രാക്ഷസ പമ്പുകൾ വെച്ച് കടൽ വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. സോ ആ ടണൽ നശിപ്പിക്കണം, അല്ലെങ്കിൽ ആ ടണലിൽ എന്തെങ്കിലും എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ് നശിപ്പിക്കണം. ഈ ഒരു കാരണത്താലാണ് ഇപ്പോൾ ഇസ്രയേൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹമാസിന് അനുകൂലമായി, പാലസ്തീൻ ജനങ്ങൾക്ക് അനുകൂലമായി ഹൂതീസ് ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. 2 ദിവസം മുമ്പും അമേരിക്കൻ വാർഷിപ്പിനെതിരെ ഞങ്ങൾ ആക്രമണം നടത്തിയെന്ന് ഹൂതീസ് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ നാവികസേന ഹൂതീസ് മിസൈൽ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ മിസൈൽ ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തു എന്ന വിവരം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതേ റെഡ് സീയിൽ പ്രൊട്ടക്റ്റീവ് നാവൽ മിഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഇനി ഹൂതീസിനെതിരെ ഞങ്ങളും ആക്രമണം നടത്തും. ഹൂതീസിന്റെ മിസൈൽ വരികയാണെങ്കിൽ ഞങ്ങളും അത് തകർക്കുമെന്ന് യൂറോപ്പ് യൂണിയൻ അറിയിച്ചിരിക്കുന്നു. സോ ഈ പ്രൊട്ടക്റ്റീവ് നാവൽ മിഷനിൽ യൂറോപ്പ് യൂണിയനിലെ 27 രാജ്യങ്ങളും ഉണ്ടാകുമോ എന്നതും, ഇനി അഥവാ അങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ ട്രേഡിംഗ് എല്ലാം സുലഭമായി നടക്കുമോ, ഈസിയായി നടക്കുമോ എന്നതും വലിയൊരു ചോദ്യം തന്നെയാണ്. വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസവും ഇസ്രയേലിന്റെ ഒരു റെയ്ഡ് ഉണ്ടായിരുന്നു. അതിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിവരവും, കൂടാതെ 5 പേർക്ക് ചെറിയൊരു പ്രശ്നത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നു. ഇത് മാത്രമല്ല, അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിന്റെ മുന്നിലായി ഒരു കുഞ്ഞു മകളെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തി എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം അവിടെയുള്ള ജനങ്ങളെ ദേഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സോ ജോർദാനിൽ ഒരു ഡ്രോൺ ആക്രമണം നടന്നതും നമുക്കറിയാം. അമേരിക്കയുടെ 3 സൈനികർ മരണപ്പെട്ടതും അറിയാം. അതുകൂടാതെ ഈ ഒരു ആക്രമണത്തിന് ഇറാനാണ് കാരണമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇറാനെതിരെ തിരിച്ചടിയായി വലിയൊരു ആക്രമണം നടത്തുമെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പ്രത്യാക്രമണം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ അംബാസഡേഴ്സ് ഇസ്രയേൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നു. ഈ ഒരു യാത്രയിൽ, ഈ ഒരു വിസിറ്റിൽ ഇസ്രയേൽ ചെയ്യുന്ന വംശഹത്യ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം, അതിനൊരു സൊല്യൂഷൻ ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കുമോ എന്നതൊക്കെ ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഖത്തർ എമിർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇസ്രയേൽ പ്രസിഡന്റുമായി കോളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സാഹചര്യം പറഞ്ഞു. സോ ഇതിനും അപ്പുറം ഒരു പീസ് ഡീൽ നടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇസ്രയേൽ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കി അതെല്ലാം അവസാനിപ്പിക്കണമെന്ന റിക്വസ്റ്റും വെച്ചിട്ടുണ്ട്. ഇത് ഖത്തറിന്റെ എമിർ മാത്രമല്ല, അറബ് രാജ്യങ്ങളുടെ നേതാക്കളെല്ലാം ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നെതന്യാഹു. 5000 പാലസ്തീനിയൻസിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ബന്ദികളാക്കിയവരെ ഞങ്ങളും വിട്ടയക്കാമെന്ന് ഹമാസ് പറഞ്ഞിരുന്നു എന്നൊരു വിവരം നമ്മളൊരു അപ്ഡേറ്റ് ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നെതന്യാഹു, ഈ ഒരു വാർത്ത തന്നെ നെതന്യാഹു റിജക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹമാസും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരു കാര്യവും ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.